ആ സ്വലാത്തുൽ ഫാത്തിഹയുടെ ഇജാസത്ത് വാങ്ങിയിട്ട് എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഈ സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. സ്വലാത്തുൽ ഫാത്തിഹ ആരെങ്കിലും ഇജാസത്ത് വേണ്ട, അതൊരു അമലാണ്, അതൊരു ശൈഖിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നവരാണ്. നിങ്ങൾ ഏതെങ്കിലും ശൈഖന്മാരൊക്കെ എന്തെങ്കിലും ഇജാസത്ത് വാങ്ങിയ ആൾക്കാരില്ല? വലിയൊരു പണ്ഡിതത്തേക്ക് പോകും. ഒരു പതിവാക ഒരു സ്വലാത്ത് തന്നിട്ടുണ്ട് കേട്ടോ, അത് മുടങ്ങാതെ കേട്ടോ. അതാണ് ഇജാസത്ത്. വിളിക്കാൻ എന്നിട്ട് സ്വലാത്തിൽ ഫാത്തിഹയുടെ ഒരു ഇജാസത്ത് വേണമെന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ചൊല്ലിത്തരും. അതെന്നാണ് നിങ്ങൾ ഏറ്റുവാങ്ങിയാൽ ദുനിയാവിൽ നിങ്ങൾ അല്ലാഹ് പരാജയപ്പെടുത്തൂല, ആഖിറത്തിലും അല്ലാഹ് പരാജയപ്പെടുത്തൂല. പടച്ചുറപ്പ് സ്വലാത്തുൽ ഫാത്തിഹയുടെ ഇജാസത്ത് വാങ്ങാനും എല്ലാ ദിവസവും നൂറെ ഹബീബിന്റെ മജ്‌ലിസ് വീട്ടിൽ വെക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. പിന്നെ ഡബ്ബർ തോട്ടത്തിൽ ബക്കറ്റ് വെക്കണം. എനിക്കൊന്ന് അന്വേഷിക്കുന്നു കേട്ടോ. എത്തിയ മക്കള് വിവാഹത്തിലേക്ക് ഒരു സ്വർണ്ണ മോതിരം. അല്ലാഹു എത്തിയ മക്കള് പാവങ്ങളും കിട്ടോ. ഈ മക്കളെക്കാട്ടിലും പാവങ്ങളാണ്. അല്ലാഹു അല്ലെ എത്തിയതിനേക്കാളില്ലേ അല്ലാഹു ഉദ്ദേശിക്കുന്ന അല്ലാഹു ഹസനായി കൊടുക്കട്ടെ കേട്ടോ. അല്ലാഹു നാളെ എത്തീമിനെ എത്തീമിന്റെ കണ്ണുനീര് നിരത്തി വീണാൽ അർശ് കിടകിടാ വിറക്കുമെന്ന് ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ കുറെ പെണ്ണുങ്ങൾ വെയിലിങ്ങനെ കൊള്ളുന്നുണ്ട്, എന്നിട്ട് അടിഞ്ഞുമാരെ ചീത്ത പറയട്ടോ. അല്ലാഹു നിങ്ങളെ കൊള്ളുന്ന വെയിലിനുള്ള ഒരുപാട് സൗന്ദര്യം അല്ലാഹു നൽകട്ടെ കേട്ടോ. നിങ്ങൾ ചർമ്മ രോഗങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ആ പെണ്ണുങ്ങൾ കൂടെ കൂട്ടിയാലും കൊണ്ടുപോകും. തല കറങ്ങി ഞാൻ അറിയാം, കറങ്ങാറൊക്കെ കേട്ടോ. അങ്ങനെ അപ്പോ ഇന്ന് കേരളത്തില് ഇന്നോട് ഒരുപാട് ആളുകൾ, ഒരുപാട് പണ്ഡിതന്മാര്, ഒരുപാട് മഹാന്മാര് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ സ്വലാത്തുൽ ഫാത്തിഹ കിട്ടിയത്? നിങ്ങൾ മുമ്പ് സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കുന്ന ആരെങ്കിലും ഇല്ലല്ലോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ ലൈവിലും ഇല്ല. ഇപ്പൊ എല്ലാവരും ദ്വാരക്കും ആദ്യം ആരും അത് പോയിക്കറിയാം. എന്നാൽ ഇത് ഇജാസത്ത് വാങ്ങിയിട്ട് ചൊല്ലുകയാണ്. അല്ലാഹ് ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും അല്ലാഹ് പരാജയപ്പെടുത്തൂല. അത് മാത്രമല്ല ഈ സ്വലാത്ത് പതിവാക്കുന്നവന് ഇത് ഇവിടെ കേൾക്കണേ പെണ്ണെ, ഇവിടെ കേൾക്കണം. ഈ സ്വലാത്തുണ്ടല്ലോ, ഈ സ്വലാത്ത് പതിവാക്കുന്നവന് ഈമാനോട് കൂടി മാത്രമായിരിക്കും മരിക്കുക. യാതൊരു സംശയമില്ല. ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുന്നുണ്ടല്ലോ, اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقدار الصلاة. അത് നിങ്ങൾ ചൊല്ലുന്നുണ്ടല്ലോ. ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുമ്പോ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ സുബ്ഹാനല്ലാഹ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. എന്താണ് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ് അതിന്റെ അർത്ഥം? ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ